ഗാന്ധിജി ഇസ്ലാമിൽ നിന്നാണോ അഹിംസ സ്വീകരിച്ചത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ അങ്ങനെ ഒരു അവകാശവാദവുമായിട്ട് വരുന്നുണ്ടല്ലോ. അതെ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനകത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് കേൾക്കാം. Mahatma Gandhi was a great exponent of non-violence. But Mahatma Gandhi ji picked up the idea of non-violence from our great religions, from our great teachers. Mahatma Gandhi picked up the idea of non-violence from ancient Indian philosophy, from Islam. കേട്ടല്ലോ, ഇതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നാണ്. പല മതങ്ങളിൽ നിന്നും ഗാന്ധിജി അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തം സ്വീകരിച്ചു. അതിൽ ഇസ്ലാമിൽ നിന്നാണ് അഹിംസ എന്ന് പറയുന്നത് സ്വീകരിച്ചത് എന്ന് പറയുന്നത്. ഫ്രം ഇസ്ലാം എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഗാന്ധിജി ഈ അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തം സ്വീകരിച്ചത് മറ്റ് പല ആശയങ്ങളിൽ നിന്നുമാണ് എന്നുള്ളത് വ്യക്തമാണ്. ബുദ്ധ ജൈന സിദ്ധാന്തങ്ങളിൽ നിന്ന്, പിന്നെ ബുദ്ധ സിദ്ധാന്തം ജൈന സിദ്ധാന്തത്തെയൊക്കെ പകർത്തിയ യേശുദേവനിൽ നിന്ന്, അതായത് യേശുവിൻ്റെ സത്വമായിരുന്നതിനെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെയും ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ, അഹിംസ പറഞ്ഞ യേശുവുണ്ട്. അപ്പോൾ യേശു എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ബുദ്ധമതത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. യേശുവിൻ്റെ ഒരു അജ്ഞാത കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യേശു ഇന്ത്യയിലാണെന്ന് എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ വന്ന് ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന മഹാവിജ്ഞാനത്തെ സ്വീകരിച്ചതാവാമെന്നും പറയുന്നു. അത് കൺഫർമേഷനുള്ള കാര്യമില്ല. കൺഫർമേഷൻ ഉണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും അതിനോട് സാമ്യമുണ്ട്. ബുദ്ധ എന്തായാലും ബുദ്ധൻ യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണല്ലോ. അപ്പോൾ ബുദ്ധൻ്റെ സിദ്ധാന്തങ്ങൾ വലിയ ദൂരമൊന്നുമില്ല. അന്ന് സഞ്ചാരികൾ ഒരുപാട് പേർ പടിഞ്ഞാറിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന സഞ്ചാരികളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയ സിദ്ധാന്തങ്ങളിൽ നിന്നാവാം, ഇല്ലെങ്കിൽ യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരിക്കാം, അറിയില്ല. ഏതായാലും അത്തരത്തിൽ ഒരു സിദ്ധാന്തം അതിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയ് അടക്കമുള്ള ചിന്തകന്മാരിൽ നിന്ന് ഒക്കെ ഗാന്ധിജിക്ക് ആ സ്വാധീനമുണ്ടായി. അല്ലെങ്കിൽ തന്നെ ഒരുപാട് ചിന്തകന്മാർ ഈ പറയുന്ന അഹിംസയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അഹിംസ പക്ഷേ ആ രീതിയിലല്ല പലപ്പോഴും ഗാന്ധിജി ഉപയോഗിച്ച അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക, അടിച്ചാൽ പോലും പ്രതികരിക്കാതിരിക്കുക. ഗാന്ധിജി അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു. കൃത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നൗഖാലിയിൽ ബംഗാൾ വിഭജന കാലത്ത് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോൾ, കൊലപ്പെടുത്തിയപ്പോൾ കൂട്ടക്കൊല ചെയ്ത് കൂപ്പൺ, സർക്കാർ സ്പോൺസേഡ് പരിപാടിയായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സോറാവർദിയുടെ പദ്ധതി അനുസരിച്ച് കൂപ്പൺ വിതരണം ചെയ്ത്, ആ കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ പെട്രോൾ കിട്ടുള്ളൂ. ആ പെട്രോൾ വാങ്ങിച്ച് പെട്രോൾ ബോംബുണ്ടാക്കി ആൾക്കാരെ കൊല്ലുന്ന പദ്ധതി നടപ്പിലാക്കാൻ അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു, സോറാവർദി നിന്നു. ആ സോറാവർദിക്കൊപ്പമായിരുന്നു ഗാന്ധിജി ഉണ്ടായിരുന്നത് എന്നുള്ളത് കൂടി നമുക്ക്, സോറാവർദിയും ഗാന്ധിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ഗാന്ധിജി എന്താ ചെയ്തത്? അന്ന് പരാതി പറഞ്ഞ ഹിന്ദുക്കളോട് പറഞ്ഞു, അവർ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളല്ലേ ആയുധം താഴെ വയ്ക്കാൻ പറഞ്ഞു. ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ഈ പറയുന്ന ഒരുത്തനും ബാക്കി ഉണ്ടാവില്ല. ബംഗാളിൻ്റെ ഈസ്റ്റ് ബംഗാൾ, അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, അതുണ്ടാക്കാനായിട്ട് ഒരു മുസ്ലിമും അവിടെ ബാക്കി ഉണ്ടാവില്ല ഹിന്ദുക്കൾ ആയുധം എടുത്തപ്പോൾ എന്നവർക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായപ്പോൾ ഗാന്ധിജി ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ അഹിംസ സ്വീകരിക്കണം, നിങ്ങൾ ഈ പറയുന്ന ആയുധം താഴെ വയ്ക്കണം. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഓക്കെ ശരി, ഞങ്ങൾ ആയുധം താഴെ വയ്ക്കാം, പക്ഷേ ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വന്നാൽ, ഞങ്ങളുടെ കുട്ടികളെ കൊല്ലാൻ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വന്നാൽ അവർക്ക് ശ്വാസം പിടിച്ചു നിർത്തി ആത്മഹത്യ ചെയ്യാൻ കഴിയും. അപ്പോൾ ഹിന്ദു സ്ത്രീകൾ അങ്ങനെ സ്വയം മരിക്കാൻ തയ്യാറാവണം. അപ്പോൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ജീവൻ വെടിയാൻ തയ്യാറാവണം. ഈ ഉപദേശമാണ് ഗാന്ധിജി കൊടുത്തത്. അപ്പോൾ മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞ്, അവരുടെ ദേഷ്യം തീരുന്നവരെ അവർ കൊല്ലട്ടെ, അത് നിങ്ങൾ കൊല്ലപ്പെടണം, അപ്പോൾ കൊല്ലാൻ നിന്നു കൊടുക്കണം, അതാണ് വേണ്ടത് എന്ന് പറയും. ഇതല്ല അഹിംസ എന്ന് പറയുന്ന ഹിന്ദുമതം ഇല്ലെങ്കിൽ സനാതനധർമ്മം ഉയർത്തുന്ന ഏറ്റവും വലിയ ആശയം. അതിനകത്ത് പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്, അഹിംസ പരമോ ധർമ്മ, ധർമ്മഹിംസ തഥൈവച എന്ന് പറയുന്നുണ്ട്. അഹിംസയാണ് പരമമായ ധർമ്മം. ഒന്നിനെയും കൊല്ലാതിരിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അത് തന്നെയാണ് പരമമായ ധർമ്മം. പക്ഷേ ധർമ്മത്തിന് വേണ്ടിയിട്ട് കൊല്ലുകയും ചെയ്യുക അഹിംസയാവാം. എന്താ അഹിംസ എന്ന് പറയുന്നത്? നമ്മളൊരു ആളെ ആക്രമിക്കാൻ വരുന്നു, നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുന്നില്ല. ആദ്യം പറയുന്ന നമ്മളുടെ തത്വത്തിൽ ആദ്യം പറയുന്നത് അഹിംസ പരമോ ധർമ്മ എന്നാണ്. അഹിംസയാണ് പരമമായ ധർമ്മം. എന്നാൽ ധർമ്മത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വന്നാൽ ഹിംസയാവാം. അതുപോലെ തന്നെ അഹിംസ പാലിക്കുന്നത് പോലെ തന്നെ ഹിംസയും ചെയ്യണം. നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെ ഓരോരുത്തേക്ക് പോകുന്നു, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിക്കാൻ വന്നു, നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചടിച്ചേ പറ്റുള്ളൂ, ആക്രമിച്ചേ പറ്റുള്ളൂ. അത് ചെയ്യാതിരുന്നാൽ, നമ്മളുടെ ഭാര്യയെയോ പെങ്ങളെയോ മക്കളെയോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ
അടിച്ചേ പറ്റൂ, തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അത് അടിക്കാതിരിക്കുന്നത് അഹിംസയാണെന്നല്ല, അത് ഹിംസയ്ക്ക് കൂട്ടു നിൽക്കലാണ്. അഹിംസ എന്ന് പറയുന്നത് അടിക്കാതിരിക്കലല്ല, അടിക്കുമ്പോൾ തിരിച്ചടിക്കലാണ് അഹിംസ. അത് ഹിംസയല്ല, അത് അഹിംസയാണ്. അതായത് ഹിംസയെ ചെറുക്കുന്നത് അഹിംസയാണ്, ഹിംസിക്കാൻ നിൽക്കുന്ന ഒരാളെ ചെറുക്കുന്നത് അഹിംസയാണ് എന്നുള്ളത്, അതാണ് വാസ്തവം. ആ സത്യത്തെ ഗാന്ധിജി മറച്ചു വയ്ക്കുകയായിരുന്നു. എന്നിട്ട് ഗാന്ധിജി നമ്മളെ നട്ടലില്ലാത്തവരാക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വാസ്തവമാണ്. ഗാന്ധിജി പറഞ്ഞ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗുണവും ഇല്ലാത്തവന്മാർ, നിർഗുണൻ എന്നൊക്കെ പറയൂലേ, നിർഗുണൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേറെയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ നിർഗുണനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഉപദേശിച്ചത്. ആ ഉപദേശം സ്വീകരിച്ചു കൊണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമിൽ എവിടെയാണ് അഹിംസ? ഇസ്ലാമിൽ എവിടെയെങ്കിലും അഹിംസയുണ്ടോ? ഇസ്ലാമിൽ ഹിംസയെ പറ്റിയല്ലേ പറയുന്നത്? അത് എന്താണ് പറയുന്നത്? ഹിന്ദു മതത്തിൽ പറയുന്ന അഹിംസയാണ് പരമമായ ധർമ്മം. പക്ഷേ ധർമ്മം ഇല്ലാതായാൽ അഹിംസ കൊണ്ട് കാര്യമില്ല, ഹിംസ തന്നെയാണ് അവിടെ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇസ്ലാം പറയുന്നത് എന്താണ്? ഇസ്ലാം പറയുന്നത് നിങ്ങൾക്ക് ആയുധമെടുത്ത് പോരാടി ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് നമ്മൾ കണ്ടതുമാണ്. ഹിന്ദു മതത്തെ വ്യാപിപ്പിക്കാൻ, അതല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ, പ്രദേശങ്ങൾ കീഴടക്കാൻ യുദ്ധം ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഹിന്ദുക്കൾ അങ്ങനെ യുദ്ധം ചെയ്തു? ഹിന്ദുക്കൾ പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ, ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ച് എന്നൊരു ദേശം കീഴടക്കുക എന്ന് പറയുന്ന പരിപാടി ഹിന്ദുക്കൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ചെയ്തത് ഇസ്ലാമാണ്. അത് പടിഞ്ഞാറ് നിന്ന് വന്നു ഇന്ത്യക്കകത്തേക്ക് കടന്നു കയറി 500 വർഷത്തോളം അവർ യുദ്ധം ചെയ്തിട്ടാണ് ഇന്ത്യക്കകത്ത് കാല് കുത്താൻ പോലും കഴിഞ്ഞത്. 12-ാം നൂറ്റാണ്ട് വരെ എടുത്തില്ല അവർ യുദ്ധം ചെയ്ത് കീഴടക്കാനായിട്ട്, ഇല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കാനായിട്ട്. എന്നിട്ടും എത്രയെങ്കിലും വർഷം അവർ ഇവിടുന്ന് കൊള്ളയടിച്ച് ഭരിച്ചുകൊണ്ടിരുന്നിട്ട് മുഗളന്മാരും ഈ പറയുന്ന സുൽത്താൻമാരും ഒക്കെ ഭരിച്ചിട്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ വലിയ ദേഷ്യമുണ്ട്, വലിയ വെറുപ്പുണ്ട്, അതിൻ്റെ പകയുണ്ട്. കാരണം ഇത് ആക്കാൻ കഴിയില്ല. സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇസ്ലാം പറയുന്നത് അത്തരത്തിൽ ആക്രമിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന ധർമ്മം സ്ഥാപിക്കാം, നമ്മുടെ മതം സ്ഥാപിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ സിദ്ധാന്തം പറയുന്ന, ഇസ്ലാം പറയുന്ന കാര്യമാണത്, ആക്രമിച്ച് ഇസ്ലാമിനെ സ്ഥാപിക്കുക എന്നുള്ള. ഹിന്ദു മതത്തിനകത്ത് അങ്ങനെ പറയുന്നില്ല. അഹിംസയാണ് പരമമായ ധർമ്മമെന്നും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഹിംസ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ധർമ്മം ഇല്ലാതായാൽ, ധർമ്മം ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? ധർമ്മത്തിന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലേ അത് ഇല്ലാതാവുകയുള്ളൂ. ചുമ്മാതിരിക്കുന്ന ഒരു സാധനത്തിന് ഇല്ലാതാവില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇല്ല ധർമ്മത്തിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി പോയി ആക്രമിക്കൂ എന്നൊരു ശ്ലോകം പറയുന്നില്ല. ധർമ്മം എല്ലായിടത്തും വരട്ടെ, ഈ പറയുന്ന സനാതന ധർമ്മം എല്ലായിടത്തും വരട്ടെ, അതുകൊണ്ട് നീ പോയി ആക്രമിച്ച് അവിടെ എല്ലാ സനാതന ധർമ്മത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല. സനാതന ധർമ്മം എവിടെയാണോ ഉള്ളത് അതിനെ നിലനിർത്തുക, അതിന് നേരെ, അതിന് ശോഷണമുണ്ടാവാതെ, അതിന് നാശമുണ്ടാവാതെ, അതിന് ഇല്ലായ്മ ചെയ്തു പോകാതിരിക്കാൻ വേണ്ടി പ്രതിരോധിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി ഹിംസ ചെയ്യാന്നില്ല. അതിനകത്ത് ആരെയും പിടിച്ചിട്ട് മതം മാറ്റാൻ വാള് ഓങ്ങിയിട്ട് നീ മതം മാറിക്കോ എന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്തു. മലബാറിൽ ചെയ്തു, ഈ പറയുന്ന കാശ്മീരിൽ ചെയ്തു, ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാകിസ്ഥാനിൽ നിരന്തരമായി നടക്കുന്നു. കൂട്ടബലാത്സംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. 2 ദിവസം മുമ്പ് ഒരു ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിൽ കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ ഇസ്ലാം അഹിംസ പറയുന്നില്ല, ഇസ്ലാം ഹിംസയാണ് പറയുന്നത്. എവിടെയെങ്കിലും ഇനി എന്തെങ്കിലും അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അവരുടെ പ്രധാനമായിട്ട് അവർ പറയുന്ന ഏറ്റവും മുന്നിലേക്ക് നിൽക്കുന്ന വാദം എന്ന് പറയുന്നത് അഹിംസയല്ല, ഹിംസയാണ്. ഹിംസയിലൂടെ മതത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ പറയുന്ന ഗാന്ധിജി ഇസ്ലാമിൽ നിന്നാണോ ഗാന്ധിജി അഹിംസ സ്വീകരിക്കുന്നത്? ഗാന്ധിജിയുടെ അഹിംസയെ പൊട്ടത്തെറ്റ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് ഈ പറയുന്ന ഇസ്ലാമിൽ നിന്ന് സ്വീകരിച്ചു എന്ന് പറയുന്നത് അതിലും വലിയ തെറ്റ്. കാരണം രാഹുൽ ഗാന്ധിയുടെ കൃത്യമായ രാഷ്ട്രീയം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. രാജ്യത്തെ വിഭവങ്ങളുടെ ഒന്നാമത്തെ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർ. അത്രയേറെ മനസ്സ് ഈ പറയുന്ന ഇതര മതങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവർക്ക് ഇന്ത്യയോടോ ഹിന്ദുത്വത്തിനോടോ സനാതന ധർമ്മത്തോടോ യാതൊരു പ്രതിപത്തിയും ഇല്ല എന്നുള്ളതിന് 100% തെളിവാണ്. പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്നുള്ള ബോധമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പറയുന്നത് എന്താണ് എന്നുള്ളത് ഒരു ബോധമില്ല. രാഹുൽ ഗാന്ധിയുടെ 100 കണക്കിന് പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. പരസ്പര ബന്ധമില്ലാതെ പൊട്ടത്തരം മാത്രം പറയുന്ന രാഹുൽ ഗാന്ധി. അതിൽ അത്ഭുതമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, വിദ്യാഭ്യാസവും എയും പറ്റിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറയുകയാണ്, അത് പ്രൊട്ടക്ഷനാണ് വേണ്ടത്, രാജ്യത്ത് പ്രൊട്ടക്ഷനാണ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നത്. എന്തോ ആരോ എവിടെയോ പഠിപ്പിച്ചു കൊടുത്ത ഒരു സാധനത്തിൻ്റെ ഒരു വൈകൃതമായ
അതിൻ്റെ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അവതരിപ്പിക്കലാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അതേ അറിയാവുള്ളൂ. അല്ലാതെ ഒരു കൃത്യമായ ഒരു ആശയം പങ്കുവയ്ക്കാനോ സംസാരിക്കാനോ ഒന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. പുതിയതായിട്ട് ഒരു നല്ല ആശയത്തെ അവതരിപ്പിക്കാൻ, ഒരു സമീപനം ഉണ്ടാക്കാനൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നിരന്തരമായി പൊട്ടത്തരം പറയുക എന്നുള്ളതാണ്. ആ പൊട്ടത്തരങ്ങൾ, ഇഷ്ടം പോലെ പൊട്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതായത് 300 കിലോയുള്ള കാറ് അല്ല ബൈക്ക് 2 പേരെ കൊണ്ടുപോകുമ്പോൾ 1500 കിലോയുള്ള കാറിൽ 4 പേരല്ലേ പോകുന്നുള്ളൂ, അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത്. രാഹുൽ ഗാന്ധി എന്താ പറയുക എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല. അത്രയും മണ്ടത്തരങ്ങളാണ് എന്നുള്ളത്. പപ്പു എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതിൻ്റെ വാസ്തവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അഹിംസ എന്നുള്ളതിനെ പറ്റി രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. ഗാന്ധിജിയുടെ അഹിംസ എന്താണെന്നറിയില്ല, അതിൻ്റെ ന്യൂനത എന്താണെന്നറിയില്ല, എന്താണ് സനാതനധർമ്മം എന്നറിയില്ല, എന്താണ് ഇസ്ലാം എന്നറിയില്ല. ഇത്രയും കാര്യം, ഈ 5 കാര്യം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്നുള്ളത്. പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. ഇത്രയും കാര്യം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായ കാര്യമാണ്. അതാണ് രാഹുൽ ഗാന്ധി എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിൻ്റെ പൂരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധിയുടെ ഈ പൊട്ടത്തരങ്ങൾക്കെതിരെ 100 കണക്കിന് ഹാൻഡിലുകളിൽ നിന്ന് വ്യക്തമായ ശക്തമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുകയാണ് ഇസ്ലാമിൽ നിന്നാണ് ഗാന്ധിജി അഹിംസ സ്വീകരിച്ചതെന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.